കുട്ടിക്കാലം മുതലേ തന്നെ ഈ അനുഭവങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരം അവസരങ്ങൾക്ക് കണ്ണും കാതും കൊടുക്കുക. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നത് കൂട്ടുകാരാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ എഴുത്ത് എന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്. എന്താണ് അതിൻ്റെ സാഹചര്യങ്ങൾ? അതിൽ ഒരു പരിധിവരെ കുറച്ചൊക്കെ കുട്ടിക്കാലത്തെ സൗഹൃദങ്ങൾക്കും പങ്കുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മുടെ കുട്ടിക്കാലത്തെ ചില കൂട്ടുകാർ, അവർ പ്രത്യേകിച്ചും കഥ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഥ എന്ന് പറയുന്നത് ഞാനൊക്കെ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ ദർശനങ്ങളാണ് കഥകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാമാന്യ മനുഷ്യൻ്റെ ദർശനങ്ങൾ. ഇപ്പോൾ ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ വിഷയമുണ്ട്. അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അക്കാഡമിഷ്യന്മാരൊക്കെ ധാരാളം ഉണ്ടല്ലോ. അത്തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും സാഹിത്യത്തെയും ഫിലോസഫിയായി ബന്ധപ്പെടുത്താറുണ്ട്. ഓരോ എഴുത്തുകാരനും ഒരു ദർശനം വേണമെന്ന് പറയാറുണ്ട്. വിമർശനമായിട്ട് ഇതിൽ ഒരു ദാർശനിക മാനമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എഴുത്തുകാരൻ ആത്യന്തികമായി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ദർശനമാണ്, മൗലികമായൊരു ദർശനമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് മറ്റ് നമ്മുടെ അക്കാഡമിക് രംഗത്തുള്ള ദർശനങ്ങളിൽ നിന്ന്, ഫിലോസഫിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, എഴുത്തിലൂടെ വരുന്ന ദർശനം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംശീകരിക്കപ്പെടുന്ന ഒരു ദർശനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം മനുഷ്യരിങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്നുണ്ട്. അവർക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. അവരൊക്കെ പണിയെടുത്ത് യാത്ര ചെയ്ത് പല പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഒക്കെ ജീവിച്ചവരാണ്. അപ്പോൾ അതിൻ്റെ നിന്നൊക്കെ അവർക്ക് വലിയ തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ഉൾവെളിച്ചങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കത് പ്രകടിപ്പിക്കാനോ ശേഖരിച്ച് വയ്ക്കാനോ പുസ്തകമാക്കാനോ ഒന്നും കഴിയില്ല. എത്രമാത്രം എക്സ്പീരിയൻസ് മനുഷ്യൻ്റെ ജീവിതത്തിൽ, അല്ല മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് കണക്കാവുന്ന എത്രയോ എക്സ്പീരിയൻസാണ് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും വൃഥാ നഷ്ടപ്പെട്ടു പോകുന്നത്. ഓരോ മനുഷ്യൻ മരിക്കുന്നതിലൂടെ കൂടെ, അല്ലെങ്കിൽ ഓർമ്മകൾ മരിക്കുന്നതിലൂടെ എന്തൊക്കെയോ ആണ് നഷ്ടപ്പെടുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് വാസ്തവത്തിൽ എഴുത്തുകാരൻ കണ്ടെടുത്ത് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടിക്കാലം മുതലേ തന്നെ ഈ അനുഭവങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരം അവസരങ്ങൾക്ക് കണ്ണും കാതും കൊടുക്കുക. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നത് കൂട്ടുകാരാണ്. ക്ലാസ് മുറിയിൽ ഉള്ള കൂട്ടുകാർ. അന്നൊക്കെ ഇന്നത്തെ കുട്ടികളെ എനിക്കറിയില്ല, ചെറിയ കുട്ടികൾ, പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒഴിവ് കിട്ടുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയും. വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ, നാട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ അവരുടെ അനുഭവങ്ങൾ, നാട്ടിൽ വിരുന്ന് പോയ കാര്യങ്ങൾ, പല ആൾക്കാരെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അതവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആവിഷ്കരിക്കുക എന്നുള്ളത്, സ്വയം ആവിഷ്കരിക്കുക എന്നുള്ളത്. ചിലവരാ കാര്യത്തിൽ വളരെ മിടുക്കന്മാരായിരിക്കും. ഉച്ചഭക്ഷണ സമയത്തൊക്കെ, അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് എന്ന് പറഞ്ഞിട്ട് ഉച്ചഭക്ഷണം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഒട്ടുമിക്കവാറും ആ കാലഘട്ടത്തിലുണ്ടാവും. ഉച്ചഭക്ഷണമാണ് സമയം, പക്ഷെ ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ കഥകളാണ്, ഈ അനുഭവ കഥകളാണ്. അവരിങ്ങനെ ചിലവർ അതിവിദഗ്ധനായിരിക്കും, അവരുടെ ചുറ്റും നമ്മൾ കൂടിയിരിക്കും. ഞാനൊന്നും അങ്ങനെ കഥ പറയുന്നതിൽ ഒരിക്കലും മിടുക്കനായിരുന്നില്ല, അനുഭവങ്ങൾ പറയുന്നതിൽ. പക്ഷെ ചില മിടുക്കന്മാർ നമ്മുടെ സമപ്രായക്കാർ തന്നെയാണ്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ വലിയ താല്പര്യമായിരുന്നു. ചിലപ്പോൾ വേറെ ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് അത് കേൾക്കാറുണ്ട്. അവർ നമ്മുടെ ക്ലാസ്സിലാവില്ല. അതിവിദഗ്ധമായിട്ട് തമാശ അങ്ങനെ കൗതുകകരമായിട്ട് പറയുന്ന ആൾക്കാർ. അവിടെ നിന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സാമാന്യ മനുഷ്യർ, ചായക്കടകളിൽ കണ്ടുമുട്ടുന്നവർ, പൂരത്തിന് കണ്ടുമുട്ടുന്നവർ, വീട്ടിൽ വിരുന്ന് വരുന്നവർ, ദൂരദേശങ്ങളിലൊക്കെ യാത്ര ചെയ്ത് വരുന്നവർ, ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് വരുന്ന ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ഒരു സംഭാഷണം, അവരിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു സന്ദർഭം എനിക്കെപ്പോഴും എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഒരു രാഷ്ട്രീയ
പ്രവർത്തകരുടെ കുടുംബത്തിലാണ് ജനിച്ച് വീണത്, ജീവിച്ചതൊക്കെ തന്നെ. അപ്പോൾ അവർ അന്ന് ആ കാലഘട്ടത്തിൽ SNDP-യിലൂടെ പിന്നെ പ്രജാമണ്ഡലം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, ഒരു കൂട്ടരും പേര് സോഷ്യലിസ്റ്റ് പാർട്ടിയായി, ഒരു കൂട്ടരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി, ഒരു കൂട്ടർ കോൺഗ്രസ്സായി. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുക. പിന്നെ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. അതിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെ വസ്തുതയിൽ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള കാട്ടൂർ കടം എന്ന് പറഞ്ഞ നോവലിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പാണ്. ആ പിളർപ്പിൻ്റെ സൈദ്ധാന്തിക വിഷയങ്ങളൊന്നും അല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടായ ആ ഒരു പാർട്ടി, ജനങ്ങളുടെ വലിയ പ്രതീക്ഷയായി മാറിയ പാർട്ടി പിളർന്നപ്പോൾ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് സ്നേഹം പങ്കുവച്ച, ഐക്യപ്പെട്ട ഒരു കുടുംബം പോലെയായ മനുഷ്യബന്ധങ്ങൾ രൂപീകരിച്ച ഒരു സമൂഹത്തിലുണ്ടാവുന്ന വിഭജനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങളും ദുഃഖങ്ങളും വേദനകളും നിസ്സഹായാവസ്ഥകളും ഡിപ്രഷൻ പോലുള്ള സംഗതികളൊക്കെയാണ് ഞാൻ അതിലെഴുതിയിട്ടുള്ളത്. സൈദ്ധാന്തികമായ കാര്യങ്ങൾ നമുക്ക് പാർട്ടി റെക്കോർഡുകളിൽ നിന്നോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നോ കിട്ടും. പക്ഷെ ഇത് കിട്ടില്ല. ഇത് പിന്നെ ഞാൻ എങ്ങനെ കിട്ടി? ഇപ്പം എനിക്ക് ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് പ്രായമേ ഉള്ളൂ. ഈ വിഷയങ്ങൾ തിരിച്ചറിയാവുന്ന ഒരു പ്രായമല്ല. എങ്കിൽ പോലും ആ വളരെ ഇപ്പോൾ 6 7 വയസ്സ് പ്രായമുള്ള ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൻ്റെ ആ ഒരു സംഗതികളൊക്കെ തുടക്കം മുതലേ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു 2-3 കൊല്ലത്തെ ഒരു സ്പാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കേൾക്കാൻ നമ്മൾ കാത് കൊടുത്തിട്ടുണ്ട്, ഉറപ്പാണ്. അത് ബോധപൂർവമല്ല, മുതിർന്നവരുടെ സങ്കടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെ ഇങ്ങനെ കേൾക്കാൻ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് എഴുതാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷവും ഇത്തരത്തിലുള്ള ആൾക്കാർ വീട്ടിൽ വരുന്നു, അവർ ചർച്ചകൾ നടക്കുന്നു, അതൊക്കെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു സംഗതി. ഇപ്പം നമ്മുടെ ലോകം, പിന്നെ പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്നതുമായി കുറ്റം പറയാറുണ്ട്, രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. സാഹിത്യകാരൻ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നത് ശരിയാണോ? വാസ്തവത്തിൽ എൻ്റെ ഒരു ബേസ് അതാണ്. അതുമ്പോൾ നിന്നിട്ടല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റി വന്നതാണ് ഈ സാഹിത്യത്തിലേക്ക്. അവിടെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വഴിതിരിഞ്ഞിങ്ങനെ വന്നതാണ്. അപ്പോൾ അത് വേരുകൾ അവിടെയാണ് കിടക്കുന്നത്. മാത്രമല്ല കുറച്ചു കാലം രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും ഉണ്ടായിരുന്നു. ഒരു 10 കൊല്ലക്കാലം നാട്ടിൻപുറത്തെ സർക്കാർ ജോലി കിട്ടുന്ന പോലെ നാട്ടിൻപുറത്തെ യുവജന പ്രസ്ഥാനം, നേരത്തെ രാജ്യം പറഞ്ഞ പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനം, കുറച്ചൊക്കെ യുവജന പ്രസ്ഥാനം, പാർട്ടി ബ്രാഞ്ചുകൾ, ചെറിയ ചെറിയ സംഘടനകൾ, കാൽനട ജാഥകൾ, ചെറിയ ചെറിയ യോഗങ്ങൾ, ഇതിലൊക്കെ രാഷ്ട്രീയമായ ഇടപെടലിനേക്കാൾ പ്രധാനം അന്നൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ മനുഷ്യർ, അവരെക്കുറിച്ച് ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്. അതെൻ്റെ ഒരു സ്റ്റോക്കാണ്. ഇനി എഴുതാം വേണമെങ്കിൽ. കാട്ടൂർ കടവ് നോവലിലും നിരവധി കഥകളിലും ഒക്കെ തന്നെ ഞാൻ അവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ 10 കൊല്ലത്തിനിടയ്ക്ക് കണ്ട മനുഷ്യർ, സാധാരണ മനുഷ്യർ, പണിയെടുത്ത് ഞാൻ പലപ്പോഴും അവരെ ആവിഷ്കരിക്കുമ്പോൾ അവരുടെ കാലുമേ ചേറുണ്ടായിരിക്കും. പാർട്ടി മീറ്റിങ്ങിന് അവർ കാലൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് വരിക. പാർട്ടി മീറ്റിങ്ങിന് മണ്ണെണ്ണ ചിമ്മണി വിളക്കിൻ്റെ ചുറ്റുവട്ടത്ത് അന്നത്തെ വീടുകളിലൊക്കെയാണ് കൂടുക. അപ്പോൾ അവിടെ കൂടിയിരിക്കുമ്പോൾ അവർ വരുമ്പോൾ അവരുടെ കാലിൽ ചെളിയുണ്ടായി. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ അത് ഒരു ചരിത്ര പുസ്തകത്തിലോ ഒരു രാഷ്ട്രീയ സാമ്പത്തിക പുസ്തകങ്ങളിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം ജെനുവിനായിട്ടുള്ള, അനുഭവിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും ഉദാത്തമായ മൗലികമായ ദർശനങ്ങളാണ്. അത് മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഥകൾ എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല. വസ്തുത ആ കാലം എന്നെ ഒരു വലിയ തരത്തിൽ എൻ്റെ ഒരു സർഗാത്മകവും രാഷ്ട്രീയമെന്നതിനപ്പുറം സർഗാത്മകവും എഴുത്തിൻ്റേതായിട്ടുള്ള രോഗം തുറന്നു തന്നിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്മേൽ സ്പർശിച്ചിട്ടാണ് വർത്തമാനകാലത്തിലേക്കും ഭാവിയിലേക്കും പുതിയ കാലത്തിലേക്കും ഒക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചില ഭൂതങ്ങളുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് ചില നിലപാട് തറയിൽ നിന്നാൽ മാത്രമേ അവർക്ക് ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ മന്ത്രവാദികൾ കൊണ്ടു നടക്കുന്ന ചില ഭൂതങ്ങളുണ്ടല്ലോ, അവർക്ക് ഒരു തറ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിഷ്പ്രഭമായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കണം, അതിൻ്റെ ഒരു പരിമിതിയുണ്ട്.
അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ കഴിഞ്ഞത്. നമ്മുടെ ഒരു ഇത് അതാണെന്ന് എനിക്ക് തോന്നുന്നു.